5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആനുവൽ എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. മാത്സിൻ്റെ ആക്ടിവിറ്റി 6. Some numbers are missing in the lines with the factors of the numbers written. Fill in the missing parts. നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 420 is equal to 7 into 60 അല്ലേ? ഇനി സ്റ്റെപ്പ് എഴുതി നോക്കാം. 7 into 6 into ഡാഷ് എന്നുണ്ട്. 6 into ഡാഷ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ 60 ഞാൻ ഇവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ടില്ലേ. 60 നമുക്ക് എങ്ങനെ എഴുതാം? 6 into 10 ആണെന്ത് 60. 7 into 6 into 10. അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും ഈ 6നെയും സ്പ്ലിറ്റ് ചെയ്തു, 10നെയും സ്പ്ലിറ്റ് ചെയ്തു. നോക്കാം നമുക്ക്. 7 into ഡാഷ് into 3. അപ്പോൾ ഏതോ നമ്പറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി? 6 കിട്ടി. ആ നമ്പർ ഏതാണ്? 2 ആണ്. 7 into 2 into 3 ആണെന്ത് 6 into 10നെ ഇതവിടെ നോക്കിയേ. ഡാഷ് into 5 ആണ് 10. ആ നമ്പർ ഏതാണ്? 2 into 5 ആണ് 10. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. നല്ലൊരു സ്റ്റാൻഡേർഡ് നമ്മൾ നോക്കാം. നമുക്ക് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. നോക്കിക്കോളൂ. 7 into 60 ആണെന്ത് 420 എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബ്ലാങ്ക് ആയ ഭാഗത്ത് എഴുതണം. 7 into 6 into 60 കിട്ടണമെങ്കിൽ 6 into 10 ആണെന്ത് 60. അടുത്ത സ്റ്റെപ്പിൽ ഈ 6നെയും 10നെയും വീണ്ടും സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ കിട്ടും. 7 into 6നെ 2 into 3 എന്ന് എഴുതാം. 10നെ 5 into 2 എന്ന് എഴുതാം. സോ ദിസ് ഇസ് ദ ആൻസർ. അപ്പോൾ നമ്മൾ ആൻസർ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതണം? നോക്കിക്കോളൂ. ആൻസർ എഴുതുമ്പോൾ ഇവിടെ 10 വരും, ഇവിടെ 2 വരും, ഇവിടെയും 2 വരും. ഇതാ 6 എന്ന് പറഞ്ഞാൽ 2 into 3, 10 എന്ന് പറഞ്ഞാൽ 2 into 5, 60 എന്ന് പറഞ്ഞാൽ 6 into 10. അടുത്ത ക്വസ്റ്റ്യൻ ബി. 105 is equal to 5 into 21. ഈ 21 ഇവിടെ സ്പ്ലിറ്റ് ആക്കിയത് അല്ലേ. 21 നോക്കിയേ. 3 into എന്താണ് 21? 3 into 7 ആണെന്ത് 21. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് 420 divided by 105? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴേ ഞാനൊരു ട്രിക്ക് എന്ന് പറഞ്ഞുതരാം. ഏകദേശം ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ 100 ഇവിടെ 400. അപ്പോൾ 100ൻ്റെ എത്രയോ മടങ്ങാണ് അവിടെ നിൽക്കുന്നത് അല്ലേ. 100 400 ആവണമെങ്കിൽ ചുരുങ്ങിയത് 4 മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? ഒന്ന് മൾട്ടിപ്ലൈ നോക്കാം അല്ലേ. 105 into 4 ചെയ്ത് നോക്കാം. എന്താ ആൻസർ കിട്ടി? 420 ആൻസർ കിട്ടി. അപ്പോൾ 420ൽ എത്ര അഞ്ചുണ്ട്? 4 അഞ്ചുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഈ താഴെ തന്ന ആളുടെ താഴെ മിക്കവാറും 100 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 100 100 10 1000 നമുക്ക് ഇങ്ങനത്തെ ഒരു ഗസ് വർക്ക് നടത്താൻ പറ്റും. അപ്പോൾ ഈ ഗസ് വർക്കാണ് ഇതിൻ്റെ മെയിൻ. എങ്ങനെയാണത് ആലോചിച്ച് നോക്കൂ. സിമ്പിളാണ്. ഇവിടെ 100, മുകളിൽ 400. അപ്പോൾ ഒരു എത്ര മടങ്ങ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും അല്ലേ. 100 400 ആവണമെങ്കിൽ 100നെ ചുരുങ്ങിയത് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. അപ്പോൾ ജസ്റ്റ് ഗസ് വർക്ക് ചെയ്ത് നോക്കുക. 105 into 4 ചെയ്ത് നോക്കുക. സോ ആൻസർ എന്ത് കിട്ടി? 420 ആൻസർ കിട്ടി. നമ്മളെ ആൻസർ എന്തായിരിക്കും? 105ൽ 420ൽ എത്ര 105 ഉണ്ട്? 405 ഉണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഏതാണെന്ന് വെച്ചാൽ ഫാക്ടേഴ്സ് ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്യുന്നതിനാണ് ഈ ടോപ്പിക്ക്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 24 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 6 into 4 എന്ന് എഴുതാം. ദെൻ 16 ആണെങ്കിൽ 2 into 8 എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെ ഫാക്ടേഴ്സ് ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ടോപ്പിക്കാണ് ഇപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ. ഇപ്പോൾ ആക്ടിവിറ്റി 6ൽ എയും ബിയും ഫാക്ടേഴ്സ് ഉപയോഗിച്ചുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണല്ലേ. ആക്ടിവിറ്റി 6ലെ സി എങ്ങനെയായിരുന്നു? ശരിക്കും ഇവിടെ ഫാക്ടേഴ്സ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ഫാക്ടർ ഉപയോഗിച്ചൊക്കെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അത്രക്കൊന്നും കോംപ്ലിക്കേഷന് പോകണ്ട. ഇവിടെ ഒരു ഗസ് വർക്കാണ്. ഇവിടെ ഒരു ഊഹമാണല്ലേ. അപ്പോൾ ഊഹം കറക്റ്റാണ്. നോക്കിയതാ 105ൻ്റെ എത്ര ഇരട്ടിയാണ്? 420 നോക്കിയാൽ മതി. 105ൻ്റെ 4 ഇരട്ടിയാണ് എന്ത്? 420. അപ്പോൾ അടിയിൽ 100 10 1000 അങ്ങനെ ഈ 1 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സ് അത് വന്നു കഴിഞ്ഞാൽ ഒന്ന് ഇട്ട് നോക്കാം. 100 400 ആവണമെങ്കിൽ 4 ഇരട്ടി വേണ്ട എന്തായാലും. അപ്പോൾ അതല്ലെങ്കിൽ അടുത്ത നമ്പർ നോക്കിയാൽ മതി. ഓക്കെ, താങ്ക് യു.